നമ്മൾ ഉലുവയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇതിനതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലോണം ചേറി കുടഞ്ഞെടുത്തതിന് ശേഷം നമ്മളിത് വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. വെയിലത്ത് വൈകുന്നേരം വരെ വെക്കുമ്പോഴേക്കും തന്നെ ഇപ്പോഴത്തെ വെയിലിൽ നല്ല പോലെ തന്നെ ഇത് ക്രിസ്പി ആയി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിനെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ചെടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിൽ നല്ല തരിതരിപ്പ് ഉണ്ടാവും. എന്നിട്ട് ഒന്നുകൂടെ അതിന് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടിട്ട് ഒന്നുകൂടെ നമുക്കിതിനെ പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പൊടിച്ചെടുത്തതിനെ നമ്മളൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് എപ്പോഴും ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാം. കുക്കിംഗ് ആവശ്യങ്ങൾക്ക് രസം വെക്കുമ്പോഴൊക്കെ ഈ പൊടി ഇടാനായിട്ട് നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിന് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് പിന്നെ അതിലേക്ക് പച്ച പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാച്ചാത്ത പാൽ. നിങ്ങൾ തൈര് വേണമെന്നുണ്ടെങ്കിൽ തൈര് ഒഴിക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനും നല്ല ഫേഷ്യൽ ചെയ്ത പോലെ തന്നെ നമുക്ക് കുറച്ച് നാൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും തന്നെ നല്ലൊരു ഷൈനിങ് കിട്ടാനൊക്കെ ഹെൽപ്പാകും. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം മുഖത്ത് ടിഷ്യൂ പേപ്പർ ഒന്ന് ശരിക്കും കറക്റ്റായി ടിഷ്യൂ പേപ്പർ മുറിച്ച് നമ്മുടെ മുഖത്ത് വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ അത് ഉണങ്ങിയതിന് ശേഷം വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉലുവ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറേ സമയം നിന്നിട്ട് അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഉള്ളത് കാരണം കേട്ടോ. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കിന്നിലുള്ള രോമം, അതായത് ഫേസിൽ എന്തെങ്കിലും ചെറിയ രോമം വളർച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വേറൊരു ബൗളിൽ ഇത് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുടി നല്ല രീതിയിൽ തന്നെ തിക്കായിട്ട് വളരാനും നമുക്ക് ഹെൽപ്പാക്കും. ഇത് വീക്ക്ലി ഒരു തവണ നമുക്കിത് ചെയ്യാം കേട്ടോ. താരം പോകാനും അതുപോലെ മുടി തലയോട്ടിക്ക് നല്ല തണുപ്പ് കിട്ടുമ്പോൾ നല്ല പോലെ തന്നെ മുടി വളരാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പാക്കും. അപ്പോൾ ഉലുവ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.